പ്രിയപ്പെട്ടവരെ, മരണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ഒരു കുപ്പി വെള്ളം എടുത്ത് ഇന്നലെ ഫ്രീസറിനകത്ത് വെച്ചതാണ്. ഫ്രീസറിനകത്ത് ഞാൻ വെച്ചു. എനിക്ക് കുടിക്കാനായിട്ട് ഞാനൊരു പകുതി കുപ്പി എടുത്ത് വെക്കും. ഞാനിപ്പോൾ ഇവിടെ കുക്കിങ്ങിലാണ്, ചില സാമ്പാറൊക്കെ ഉണ്ടാക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ കുപ്പി പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. കുപ്പി പൊട്ടിത്തെറിച്ച് ഇതിനകത്തുള്ള വെള്ളം മുഴുവനും ഐസാണ്, ഈ കിടക്കുന്നത് മുഴുവനും ഐസ് വെച്ചിട്ട് കുപ്പി പൊട്ടിത്തെറിച്ച്. ഞാൻ ഇതിൻ്റെ പുറത്തായിരുന്നു, അവിടെയായിരുന്നു കൊണ്ടുവന്ന് വെച്ചിരുന്നത്. അവിടെ നിന്ന് ഞാനിവിടെ വന്ന് ഇച്ചിരി പച്ചക്കറികളൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പൊട്ടിത്തെറിച്ചത് ഈ കുപ്പി ഇവിടെ വന്നിട്ട് കിടക്കുകയാണ്. ഞാൻ നിന്ന കാലിൻ്റെ ചുവട്ടിലാണ് വന്ന് കുപ്പി വീണത്. എന്തോ ഇവിടെ കുക്കറില്ല, ഞാനിവിടെ കുക്കർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഒരു കുപ്പി ബോട്ടിൽ ഇവിടെ തന്നെ വീണ് കിടക്കുന്നുണ്ട്, അത് പൊട്ടിയിട്ടില്ല. ഇത്രയും പൊട്ടി അവിടെ മുഴുവനും അത് മുഴുവനും വീണു. എനിക്ക് അത്ഭുതമാണെന്നേ ഇത് പറയാൻ പറ്റുള്ളൂ. ഈ വെള്ളം വെച്ചിരുന്ന ഒരു കുപ്പിയാണ് ഇത് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഐസാണ് ഇത് മുഴുവനും. ഞാനിങ്ങനെ ഇവിടെ കുക്കിങ്ങിലാണ്. അപ്പോൾ ഇത്രയും ഒരു കുപ്പി പൊട്ടിയാണേലും അത് ഞാൻ അടുത്ത് നിന്നിരുന്നെങ്കിൽ എൻ്റെ മുഖത്തോ എവിടെ വന്ന് പൊട്ടിയെന്ന് പറഞ്ഞാലും ഈ കുപ്പി ഇത്ര മാതിരി തകർന്നു. ഞാൻ ഇന്നലെ വെച്ചതാണത്. ഈ മാതിരി ഒരു കുപ്പി അടുത്ത് പൊട്ടിയാൽ ബോംബ് പൊട്ടുന്ന സ്വതമായിരുന്നു. എനിക്കിതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. വെറുതെ നടന്നാലും വെള്ളം നമ്മളെ കൊണ്ടുവന്നു, എൻ്റെ ഐസ് കൊണ്ടുവന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. എൻ്റെ ദൈവമേ, അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നമ്മൾ എപ്പോഴും വീടിനകത്ത് പോലും സുരക്ഷിതത്വം ഇല്ല എന്നുള്ളത് മനസ്സിലായി. ഞാൻ അവിടെ വെച്ചിരുന്ന എന്താണ് ഇതിൻ്റെ പേര്, ഇപ്പം ഇച്ചിരി അരയ്ക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാനെടുത്തത് ഇവിടെ വെച്ചിരിക്കുകയായിരുന്നു. അതിനെ മുമ്പ് അവിടെ താഴെയിട്ടു. ഏതായാലും നല്ല ചൂടാണ്, കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഐസ് ഒന്നും പറയാനില്ല, യാതൊന്നും പറയാനില്ല. ഭയങ്കര സംഭവമായിരിക്കുന്നു എന്നേ പറയാനുള്ളൂ. പിശാച് വരുന്ന വഴികളിൽ ഭയങ്കര ബോംബ് പൊട്ടി നടക്കുമ്പോഴേക്ക് കുക്കർ പൊട്ടിത്തെറിക്കുന്നത് ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ കുക്കറിൻ്റെ അടപ്പ് അന്തരീക്ഷത്തിൽ കൂടെ പറന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഇവിടെ ഒരിക്കൽ അതിൻ്റെ വാൽവ് ഒന്ന് പോയായിരുന്നു, പൊട്ടിത്തെറിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഏതായാലും ഇതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം ഇട്ട് വരുന്നതിന് ഞാനവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ആ കേക്ക് ഇതിൻ്റെ ശക്തി എന്താണെന്ന് അവിടെ ഞാൻ കഴുകി വെച്ചിരുന്ന ഒരു അടപ്പാണ് ദൈ വന്ന് കിടക്കും. എനിക്ക് പോയി എൻ്റെ ഈശോയെ, എനിക്ക് പണിയായി. ഇനി ഇതിപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ തന്നെ പുറപ്പെടണം. ഇതാണ്. അപ്പം എത്രമാത്രം ശക്തി ഉണ്ടായിരുന്നു. ഈ അടപ്പ് കൊണ്ടൊന്ന് എൻ്റെ മുഖത്തോട്ടോ കണ്ണിലോട്ടോ അടിച്ചിരുന്നെങ്കിലും എന്തെങ്കിലും ആപത്തുണ്ടാകുമായിരുന്നതാ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഞാൻ പച്ചക്കറി സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ടൊന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ഓരോന്നിടത്ത് ഞാനിങ്ങനെ അടുക്കിപ്പറക്കി എല്ലാം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് എനിക്ക് കറി ഉണ്ടാക്കാനായിട്ട്. അന്നേരമാണ് ഈ സംഭവങ്ങൾ നടന്നത്. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഇനി ഇതിപ്പോൾ തുടയ്ക്കാനെടുക്കാനുള്ള പണി എനിക്കുണ്ട്, ചെയ്യട്ടെ. എപ്പോഴും മരണം നമ്മുടെ പിന്നിലുണ്ട്. ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമാകത്തില്ല. അവർ പറയുന്നത് ജോസ്പിന എപ്പോഴും മരണത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ മരണത്തെക്കുറിച്ച് പറയുന്ന മരണം കൂട്ടത്തിലുണ്ടെന്നുള്ള ഒരു ധാരണയിലാണ്. സ്വരം കേട്ടു, എൻ്റെ കാലിൻ്റെ തൊട്ടടുത്ത് വന്നത് അവിടെ ഇരുന്ന കുപ്പിയാണിത് ഇവിടെ വന്നീ കിടന്നത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം പൊട്ടി, എല്ലാ സാധനങ്ങളും. ഏതായാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പിന്നെ മിക്സി ഈയിടെ പുതിയതായിട്ട് വാങ്ങിക്കൊണ്ടെന്ന് അതിൻ്റെ ഒന്നും പോയിട്ടില്ല. ഇത് ഇവിടെ വന്ന് വരെ കിടന്നത്, ഇവിടെ വരെ ഐസ് വന്ന് കിടക്കുന്നുണ്ട്. അടുക്കള മുഴുക്കനും ഒരു വിധമാക്കി. ദൈവത്തിന് സ്തുതി, ദൈവത്തിൻ്റെ കൃപയും വിശുദ്ധ ബംഗാളിന് നന്ദി. വിശുദ്ധ ബംഗാളിൻ്റെ ആ കോട്ട് ഈയിടെയെല്ലാം വിശുദ്ധ ബംഗാളിൻ്റെ അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതാണല്ലോ. അതുകൊണ്ട് ദൈവം ഇങ്ങനെ എന്നെ സംരക്ഷിച്ചു എന്ന് തന്നെ വേണം വിചാരിക്കാൻ. ഇനി ഇതിൽ കൂടെ നടന്നാൽ തെന്നാനും മറിഞ്ഞു വീഴാനുമുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇനി ഇതെല്ലാം ഞാൻ വൃത്തിയാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.